ഡിസ്പേർഷൻ, മെഷേഴ്സ് ഓഫ് വാരിയബിലിറ്റി. നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പർട്ടിക്കുലർ സീരീസ് വന്നിട്ട് ആ സീരീസിൻ്റെ ആവറേജ് കണ്ടെത്താൻ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെഷേഴ്സാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ പഠിച്ചത്. ഇവിടെ ഡിസ്പേർഷനാണ്. അതായത് ഒരു സീരീസ് വന്നിട്ട് അതിലെ ഓരോ ഐറ്റംസും എത്രത്തോളം വാരിയേഷൻ ഉണ്ട്, ഓരോ വാല്യൂസും തമ്മിൽ എത്രത്തോളം വാരിയേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ മെഷറിനെയാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഡിസ്പേർഷൻ റെഫേഴ്സ് ടു ദ വാരിയബിലിറ്റി ഇൻ സൈസ് ഓഫ് ഐറ്റംസ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ മെഷർ ദ വാരിയബിലിറ്റി ഇൻ എ സീരീസ്. ഒരു സീരീസിലെ ഓരോ വാല്യൂസും തമ്മിലുള്ള വാരിയബിലിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പേർഷൻ യൂസ് ചെയ്യുന്നത്. That tells us the extent to which the values of series differ between each other or from their average. അവ ഓരോന്നും തമ്മിൽ എത്രത്തോളം വാല്യൂസിൽ വാരിയേഷൻ ഉണ്ട് എന്ന് കാണിക്കുന്ന മെഷറാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ആബ്സല്യൂട്ട് മെഷേഴ്സ് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ്. അതായത് ഡിസ്പേർഷൻ കാണാനായിട്ട് രണ്ട് രീതിയിലുള്ള മെഷർമെൻ്റ് ആണ്. ഒന്ന് ആബ്സല്യൂട്ട് മെഷേഴ്സ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മെഷർമെൻറ്റ്, ദെൻ റിലേറ്റീവ് മെഷർമെൻറ്റ്. അതിൽ ആബ്സല്യൂട്ട് മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് റേഞ്ചാണ്, രണ്ട് ക്വാർട്ടൈൽ ഡീവിയേഷൻ, ദെൻ മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും നിങ്ങൾ. ദെൻ റിലേറ്റീവ് മെഷേഴ്സാണ്. ഇതിനെ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേർഷൻ എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ കമ്പയറിങ് ടു സീരീസ് ഫോർ ദെയർ വാരിയബിലിറ്റി. അതായത് ഒന്നിലധികം സീരീസ് തരികയാണെങ്കിലാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേർഷൻ കാണേണ്ടി വരാം. ഓക്കെ, ഇനി ഡിസ്പേർഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ കൂടുതലാവുന്നതിനനുസരിച്ച് ആ സീരീസിൻ്റെ ഓരോ വാല്യൂസും അല്ലെങ്കിൽ സീരീസിലുള്ള ഓരോ ഐറ്റംസും തമ്മിലുള്ള വാരിയേഷൻ കൂടി വരും. അതാണ് ഗ്രേറ്റർ ദ വാല്യൂ ഗ്രേറ്റർ ദ വാരിയബിലിറ്റി ഇൻ ദാറ്റ് സീരീസ്. ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് റിലേറ്റീവ് മെഷർ ഗ്രേറ്റർ ദ വാരിയബിലിറ്റി ഇൻ ദാറ്റ് സീരീസ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആർ coefficient of range, coefficient of quartile deviation, coefficient of mean deviation, coefficient of variation. അപ്പം ആബ്സല്യൂട്ട് മെഷേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റിലേറ്റീവ് മെഷേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണ്, പിന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ അതിൻ്റെ കോഎഫിഷ്യൻ്റ്, പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വാരിയേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അതിന് ചെറിയൊരു സ്ലൈറ്റ് ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. റേഞ്ച്. Range is the simplest possible measure of dispersion. It is the difference between highest and lowest values in a series. Range equal to highest value minus lowest value. ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ ഫസ്റ്റ് മെഷറാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു സീരീസ് വന്നിട്ട് അതിൻ്റെ റേഞ്ച് കാണാനായിട്ട് പറയുകയാണെങ്കിൽ അതിലെ ഹയസ്റ്റ് വാല്യൂ അതുപോലെ ലോവസ്റ്റ് വാല്യൂ എടുക്കുക, എന്നിട്ട് അവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഇത്രയും ചെയ്താൽ മതി. സോ അതാണ് ആ തന്നിട്ടുള്ള സീരീസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ആബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത്. സോ റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഇനി റിലേറ്റീവ് മെഷർ, അതായത് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എങ്ങനെയാണ് കാണുക? ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, അതിനെ എച്ച് മൈനസ് എൽ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ എച്ച് പ്ലസ് എൽ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റേഞ്ച് ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ റേഞ്ച് കാണാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണ്. ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ തന്നിട്ടുള്ള സീരീസിൽ 85 ആണ്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവസ്റ്റ് വാല്യൂ ആണ്. സോ അതിലെ ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. സോ റേഞ്ച് എന്ന് പറയുന്നത് 85 മൈനസ് 10 75. ഇനി ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എച്ച് മൈനസ് എൽ ബൈ എച്ച് പ്ലസ് എൽ. എച്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ, എൽ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് വാല്യൂ. ഇത് രണ്ടും നമുക്കറിയാം. സോ 85 മൈനസ് 10 ഡിവൈഡഡ് ബൈ 85 പ്ലസ് 10.
85 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 75 ആണ്, ഡിവൈഡഡ് ബൈ 95. സോ ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.79. ഓക്കെ. റേഞ്ച് ഇൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. സോ ഇൻഡിവിജ്വൽ സീരീസിൽ റേഞ്ച് കാണുക എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റേഞ്ച് കാണുക? വളരെ സിമ്പിളാണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, ഫൈൻഡ് റേഞ്ച്. വേജ് തന്നിട്ടുണ്ട് 10, 15, 18, 20, 25. ദെൻ അതുപോലെ നമ്പർ ഓഫ് എംപ്ലോയീസ് 3, 5, 12, 8 ആൻഡ് 6. ഓക്കെ. സോ വേജ് തന്നിട്ടുണ്ട്. ആ ഓരോ പർട്ടിക്കുലർ വേജ് ഗ്രൂപ്പിലുള്ള നമ്പർ ഓഫ് എംപ്ലോയീസിന് അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. എങ്ങനെയാണ് റേഞ്ച് കാണുക? റേഞ്ച് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഇവിടെ വേജിൽ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്, ഏറ്റവും കുറവ് 10 ആണ്. സോ 25 മൈനസ് 10 15.